അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ വിചിത്രമായ ചില പ്രതികരണങ്ങളാണ്, വിമർശനങ്ങളാണ് ഇന്ന് ഇസ്ലാമിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരു പാസ്റ്റർ സെൽഫി വീഡിയോയിലൂടെ പറയാണ്, ക്രിസ്ത്യാനി പെൺകുട്ടികളെ ലൈനടിച്ച് കെട്ടിക്കൊള്ളാൻ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുസ്ലിം യുവാക്കളോട് കൽപ്പിക്കുന്നുണ്ടെന്ന് ഒരു പാസ്റ്റർ ഖുർആൻ ആയത്തോതി അർത്ഥം വെച്ച് സമർത്ഥിക്കുന്ന വളരെ രസകരമായ കാഴ്ച കണ്ടവരാണ് നാം ഓരോരുത്തരും. ക്രിസ്ത്യാനികളും യഹൂദരുമായ നല്ല പെമ്പിള്ളരെ ഒരു കുറ്റബോധം ഇല്ലാതെ ലൈനടിച്ച് കെട്ടിക്കോളാൻ അള്ളാഹ് അനുവദിച്ചതാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ ഒരു കോളേജിൽ വെച്ച് ഒരു ക്രിസ്ത്യാനി പെങ്കൊച്ചിനോട് ഇഷ്ടമായാൽ അവന് കുറ്റബോധമില്ലാതെ പ്രേമിക്കാം. അള്ളാഹ് അനുവദിച്ചിരിക്കുക. മതം മാറ്റണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. അവളെ മൂമിനാക്കണമെന്നും അവിടെ പറഞ്ഞിട്ടില്ല. ശരിക്കും 10 വർഷത്തോളം ഖുർആൻ പഠിച്ച് മുസ്ലിമായി ജീവിച്ച് ഒരു വേള ഇസ്ലാം അല്ല ശരി എന്ന് മനസ്സിലാക്കി ക്രൈസ്തവതയിലേക്ക് വ്യതിചലിച്ചു പോയൊരു പാസ്റ്ററാണ് ഈ കാര്യം പറയുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കണം. 10 വർഷത്തോളം ഖുർആൻ പഠിച്ചിട്ടും മുസ്ലിങ്ങളിൽപ്പെട്ട ഏറ്റവും ചെറിയ കുട്ടിക്ക് വരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാശയം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുകയാണ്. അയാളെ കുറിച്ച് മനസ്സിലാക്കിയിടത്തോളം അയാൾക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്ത്യാനികളെ പറ്റിക്കുക, അവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാമ്പത്തിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലകളിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വേഗതയിൽ മുസ്ലിം സമുദായം, മുസ്ലിം വ്യക്തികൾ മുന്നേറുന്നത് പലരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളെ കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടേതായി മാറി, ഹോസ്പിറ്റലുകൾ അവരുടേതായി മാറി, മാർക്കറ്റുകൾ അവരുടേതായി മാറി. ഇസ്ലാമിന്റെ ഇൻഫ്ലുവൻസ് വളരെ അധികം നമ്മളുടെ നാട്ടിലും വളർന്നിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിന്റെ മഹത്തായ ആശയ ആദർശങ്ങൾ പല മനസ്സുകളും ഉൾക്കൊള്ളുന്നതും ഇവരെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെല്ലാം ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാനാകുമോ, എങ്ങനെയെല്ലാം ഇസ്ലാമിനെ വക്രീകരിക്കാനാകുമോ, അങ്ങനെയെല്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ വക്രീകരിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇന്ന് പലരും ഏർപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അത്തരത്തിലുള്ള ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നത്. ഇവിടെ ഇപ്പം അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ മുസ്ലിം യുവാക്കളോട് ക്രിസ്ത്യാനി പെൺകുട്ടികളെ പ്രണയിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയാണ്. തികച്ചും അബദ്ധജടിലമായ അല്ലെങ്കിൽ അപക്വമായ വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു സമർത്ഥനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് കാര്യം പഠിക്കാൻ വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിനെ കുറിച്ച് കേവല ധാരണയുള്ള ഒരാളും പറയില്ല ഇസ്ലാം വിവാഹത്തിന് മുമ്പുള്ള പ്രണയത്തിന് അനുമതി നൽകുന്നുണ്ടെന്ന്. ഇത്തരത്തിലുള്ള പക്ക വിഡ്ഢിത്തങ്ങള് വിളിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് പഠിച്ചൂളെ. 10 വർഷത്തോളം 10 കൊല്ലത്തോളം ഖുർആൻ പഠിച്ചിട്ടും ഇസ്ലാമിലെ മൗലിക വശങ്ങൾ പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നതാണ് ഏറെ രസകരം. ഇവിടെ ഇപ്പൊ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ വചനത്തിൽ ഒരു ഭാഗം ഓതി അത് ക്രിസ്ത്യാനി പെൺകുട്ടികളെ ലൈനടിക്കാൻ മുസ്ലിം യുവാക്കൾക്കുള്ള തെളിവാണെന്ന് പറയാണ്. ആ വചനം ഇങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ വചനത്തിന്റെ ഒരു ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുഹ്സനാതു മിനൽ മുഅ്മിനാതി വൽ മുഹ്സനാതു മിനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും ഇദാ ആതൈതുമുഹുന്ന ഉജൂറഹുന്ന. അങ്ങനെ തുടർന്നു പോകുന്ന ഒരു ആയത്താണ്. ആയത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും വേദക്കാരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും വേദക്കാരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും മുസ്ലിം പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അനുവദിക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ മുസ്ലിങ്ങൾക്ക് ഒരു അടിസ്ഥാന ഗ്രന്ഥമുണ്ട്, അത് ഖുർആനാണ്. അതുപോലെ ക്രിസ്ത്യാനികൾക്ക് ഒരു അടിസ്ഥാന ഗ്രന്ഥമുണ്ട്, അത് അവർ ബൈബിളായി വിശ്വസിച്ചു പോരുന്നു. യഹൂദർക്കും ഒരു അടിസ്ഥാന ഗ്രന്ഥമുണ്ട്, അത് തോറയായിട്ട് അവർ വിശ്വസിച്ചു പോരുന്നു. അതുപോലെ മുസ്ലിങ്ങൾക്ക് ഒരു അന്തിമ പ്രവാചകനുണ്ട്, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രവാചകനുണ്ട്, അത് ഈസാ നബി അലൈഹി സ്വലാമാണ്, യേശുവാണ്. യഹൂദർക്ക് ഒരു പ്രവാചകനുണ്ട്, അത് മൂസാ നബി അലൈഹി സ്വലാമാണ്, മോശയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്യതകൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം അങ്ങനെ അനുവദിക്കപ്പെട്ടത്. അത് അല്ലാഹു അലം. പക്ഷെ ഇവിടെയും നമ്മൾ ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1-2 വസ്തുതകൾ. ഒന്നാമതായി
മുഹ്സനാത്തുകളായ പതിവ്രതകളായ സ്ത്രീകളാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പതിവ്രത മുഹ്സനാത്ത് എന്നതുകൊണ്ടൊക്കെ എന്താ അർത്ഥമാക്കുന്നത്? അതിനൊരു അർത്ഥം ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? വിവാഹപൂർവ്വ പ്രണയത്തിൽ ഏർപ്പെടാത്ത, തന്റെ ചാരിത്രം നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്ന നല്ലവരായ സ്ത്രീകളെയാണ് പതിവ്രത മുഹ്സനാത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങനെ? വിവാഹപൂർവ്വ പ്രണയത്തിൽ ഏർപ്പെടാത്ത, തന്റെ ചാരിത്രം നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്ന, കൃത്യമായി പറയുകയാണെങ്കിൽ കാമുക ബന്ധമില്ലാത്ത നല്ലവരായ സ്ത്രീകളെയാണ് പതിവ്രത മുഹ്സനാത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 10 കൊല്ലത്തോളം ഖുർആൻ പഠിച്ചിട്ടും എന്തുകൊണ്ട് ഇത് ഇദ്ദേഹത്തിന് മനസ്സിലാവാതെ പോയി എന്ന് എനിക്കറിഞ്ഞൂടാ. മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സത്യവിശ്വാസിനികളായ പതിവ്രതകളായ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് വേദക്കാരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ അദ്ദേഹം മനസ്സിലാക്കി വ്യാഖ്യാനിച്ചു പോകുന്നത്, വേദക്കാരായ പതിവ്രതകളായ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അവരെ ലൈനടിക്കാമെന്നാണെങ്കിൽ, സത്യവിശ്വാസിനികളായ പതിവ്രതകളായ സ്ത്രീകളെ മുസ്ലിം യുവാക്കൾക്ക് ലൈനടിക്കാൻ പറ്റുമോ? പറ്റൂല, പാടില്ല. അപ്പൊ പിന്നെ എന്താണ് ഇസ്ലാമിലെ വിവാഹ ദർശനം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കൃത്യമായി പഠിക്കേണ്ടത് അനിവാര്യമാണ്. മഹാനായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരന്യ സ്ത്രീയും ഒരന്യ പുരുഷനും ഒറ്റക്കാവുകയില്ല മൂന്നാമതായി പിശാചില്ലാതെ ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒറ്റക്കാവുകയില്ല എന്ന് ഒരിക്കലും കളവ് പറയാത്ത അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറയുന്നത്. അപ്പോൾ ഒരു മുസ്ലിം യുവാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പെണ്ണിനോടൊപ്പം ഒറ്റക്കാവാൻ പാടുണ്ടോ? അങ്ങനെ ഒരുവളോടൊപ്പം സഞ്ചരിക്കാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ ഒരുപാട് നേരം ഒരുവളെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പാടുണ്ടോ? അതും പാടില്ല. എന്തുകൊണ്ടാ പാടില്ലാത്തത്? അവിടെ മൂന്നാമതായി പിശാച് പ്രത്യക്ഷപ്പെടും. അതവരെ അനാവശ്യ വൃത്തികളിലേക്ക് നയിക്കും. അതുകൊണ്ടാ പാടില്ലാത്തത്. കൂടാതെ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സൂറത്തുൽ ഇസ്രായിലെ 32-ാമത്തെ വചനത്തിൽ, ലാ തഖ്റബുസ് സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്, തീർച്ചയായും അത് നീചവൃത്തിയാകുന്നു, ദുഷിച്ച മാർഗവുമാണത്. ഇവിടെ റബ്ബ് ബോധപൂർവമാണ് വ്യഭിചരിക്കരുത് എന്ന് പറയാതെ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞത്. ഒരാള് വ്യഭിചാരം എന്ന പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അയാൾ കണ്ണുകൊണ്ട് വ്യഭിചരിക്കും, കാതുകൊണ്ട് വ്യഭിചരിക്കും, അതുപോലെ മനസ്സുകൊണ്ട് വ്യഭിചരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് വ്യഭിചാരം എന്ന പ്രവൃത്തി നടക്കുക. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, വ്യഭിചാരത്തെ സമീപിക്കരുത് എന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഏത് കുട്ടിക്ക് മനസ്സിലാവും വിവാഹപൂർവ്വ പ്രണയം മുസ്ലിമിനോടാണെങ്കിൽ തന്നെ ഇസ്ലാമിൽ അനുവദനീയമല്ല എന്ന കാര്യം. ഇനിയിപ്പോ സപ്പോസ് ഒരാണിന് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടമായി, അല്ലെങ്കിൽ ഒരു പെണ്ണിന് ആണിനെ കണ്ട് ഇഷ്ടമായി, എന്താ ചെയ്യുക? ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചറിയിക്കണം, പിതാവുമായി ബന്ധപ്പെടണം, ബന്ധുക്കളെ വിളിച്ചറിയിക്കണം, എന്നിട്ട് പരസ്പരം അന്വേഷിച്ച് അറിയണം. പൊരുത്തപ്പെടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വിവാഹം നടത്തണം. പൊരുത്തക്കേടുണ്ടെങ്കിലോ ആ ബന്ധം പിന്നെ അവിടെ വെച്ച് അവസാനിപ്പിക്കണം. പിന്നെ ആ പെണ്ണിനെ വയ്യാതെ വാലാട്ടി നടക്കുന്നത് ഇസ്ലാമികല്ല. അപ്പോൾ മുസ്ലിമിനെ തന്നെ ഇന്ന് കാണുന്ന രൂപത്തിൽ വിവാഹത്തിന് മുമ്പ് പ്രണയിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ പാതിരി പറയുന്ന മാതിരി യാതൊരു ലൈസൻസും ഇല്ലാതെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ പിറകെ വാലാട്ടി നടക്കാൻ മുസ്ലിം യുവാക്കളോട് ഇസ്ലാം പഠിപ്പിക്കുക, ഖുർആൻ കൽപ്പിക്കുക? അപ്പൊ കാര്യം വളരെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കണമെന്ന് മാത്രം. അതോടൊപ്പം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നിങ്ങൾ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ അവളുടെ സമ്പത്തിലേക്കല്ല നോക്കേണ്ടത്, അവളുടെ സൗന്ദര്യത്തിലേക്കല്ല നോക്കേണ്ടത്, അവളുടെ പാരമ്പര്യത്തിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് എങ്ങനെ നോക്കേണ്ടത്? അവളുടെ വിശ്വാസത്തിലേക്കാണ്, അവളുടെ ഈമാനിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നബിചര്യ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം യുവാക്കൾ നല്ലവരായ സത്യവിശ്വാസിനികളായ യുവതികളെയാണ് സഹധർമ്മിണിയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുക. കൂടാതെ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 221-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് അവിശ്വാസിനിയേക്കാൾ നിങ്ങൾക്ക് നല്ലത്. സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് അവിശ്വാസിനിയേക്കാൾ നിങ്ങൾക്ക് നല്ലത്. അതായത് വേദക്കാരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളെ സഹധർമ്മിണിയായി സ്വീകരിക്കുക എന്നുള്ളത്, വിവാഹത്തിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യവുമില്ലാതെ സഹധർമ്മിണിയായി സ്വീകരിക്കുക എന്നുള്ളത് ഒരു ഇളവ് മാത്രമാണ്. നല്ലത്, ഉത്തമം, സത്യവിശ്വാസിനിയായ ഒരു മുസ്ലിം സ്ത്രീയെ സഹധർമ്മിണിയായി സ്വീകരിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ലവ് ജിഹാദ് എന്ന പേരില് ഒരു സംഘടന ഒന്നും കേരളത്തിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. അതിനുവേണ്ടി ആരും നേതൃത്വം കൊടുത്തിട്ടുമില്ല. ഇനിയിപ്പോ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇസ്ലാമികമല്ല. ഇസ്ലാമിലെ വിവാഹത്തിന് മുമ്പ് പ്രണയം കടന്നു വരുന്നില്ല. ഇസ്ലാമിലെ പ്രണയം കടന്നു വരുന്നത് വിവാഹത്തിന് ശേഷമാണ്. അവസാനമായി ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. എന്നെപ്പോലുള്ള ചെറിയ കുട്ടിക്ക് വരെ മനസ്സിലാകുന്ന ഇത്ര സിമ്പിൾ ആയ ഒരു കാര്യം എന്തുകൊണ്ട് ഈ പാസ്റ്റർക്ക് തിരിയാതെ പോയി എന്നറിഞ്ഞൂടാ. കൂടാതെ ഇത്ര തരം താഴ്ന്ന തരത്തിലുള്ള ഒരു വിമർശനത്തിന് മറുപടി പറയാൻ
കേരളത്തിലെ ഉന്നതരായ മുസ്ലിം പണ്ഡിതന്മാരൊന്നും വരേണ്ട കാര്യമില്ല, ഞങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികൾ തന്നെ മതി. അപ്പോൾ വസ്തുത എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ ശ്രമിക്കുക. വസ്തുത എന്താണെന്ന് പരമകാരുണികൻ നമുക്ക് ഏവർക്കും ബോധ്യപ്പെടുത്തി തരുമാറാകട്ടെ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.